നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നവംബർ 21 വെള്ളിയാഴ്ചയാണ്. വൃശ്ചികം 5-ാം തീയതി. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനായി SIT ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണ സംഘം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ വീടിന് പോലീസ് കാവൽ തുടരുന്നു. പോലീസ് സുരക്ഷ വീട്ടിലേക്ക് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റ് ചർച്ച ചെയ്യാൻ CPIM. അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. പത്മകുമാറിന്റെ അറസ്റ്റിനെ തുടർന്ന് സർക്കാരിനും പാർട്ടിക്കുമുണ്ടായ പ്രതിസന്ധി യോഗം വിലയിരുത്തും. കോഴിക്കോട് കാരയാട് BLO കുഴഞ്ഞു വീണത് അരിക്കുളം KPMS സ്കൂൾ അധ്യാപകൻ അബ്ദുൾ അസീസ്. ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്. വൈകിട്ട് 3 മണിവരെ സ്ഥാനാർത്ഥികൾക്ക് നേരിട്ടോ നിർദ്ദേശകർ വഴിയോ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥി പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ഹർജികൾ പരിഗണിക്കുക ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ബീഹാറിലെ SIR-നെതിരായ ഹർജികളും സമാന ബെഞ്ചിൽ. ക്ഷേമ പെൻഷൻ വിതരണം അടക്കമുള്ള ചെലവുകൾക്ക് പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ വായ്പയെടുക്കുന്നു. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴി 1500 കോടി രൂപ വായ്പയെടുക്കും. വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷനും ഒരു ഗഡു കുടിശ്ശികയും ഉൾപ്പെടെ വിതരണം ചെയ്യുക ഇനത്തിൽ 1800 കോടിയോളം രൂപ ചെലവാകും. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ വൈറ്റ് കോളർ ഭീകരസംഘത്തിനായുള്ള അന്വേഷണം ശക്തമാക്കിയ ഏജൻസികൾ. കശ്മീരിലെ ആശുപത്രികളിലെ ഡോക്ടേഴ്സിന്റെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും ലോക്കറുകൾ പരിശോധിച്ചു. ജമ്മുകശ്മീരിലെ ആശുപത്രികളിലും മാധ്യമ ഓഫീസുകളിലും പോലീസ് റെയ്ഡ്. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിക്കും. 20ാമത് ഉച്ചകോടി ഈ മാസം 21 മുതൽ 23 വരെ ജോഹന്നാസ്ബർഗിൽ. G20 അജണ്ടയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കും. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഇന്ന് പണിമുടക്കും. OP ബഹിഷ്കരണം, ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം. ലേബർ റൂം, അത്യാഹിത വിഭാഗങ്ങൾ, അടിയന്തര ശസ്ത്രക്രിയ എന്നിവയെ സമരത്തിൽ നിന്ന് ഒഴിവാക്കി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത മഴ പെയ്തേക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലയിൽ മഴ കനത്തേക്കും. ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം. ഡൽഹി പോലീസിന്റെ വാദമാണ് തുടരുക. ബുദ്ധിജീവികൾ ഭീകരവാദികളാകുന്നത് അപകടകരമെന്ന് ഡൽഹി പോലീസ്. കലാപ ഗൂഢാലോചന നടത്തിയതിന് കൃത്യമായ തെളിവുകളില്ല എന്ന് പ്രതിഭാഗം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ യാത്രയയപ്പ് ചടങ്ങിന്ന്. രാവിലെ 10:30 സുപ്രീം കോടതിയിൽ സെറിമോണിയൽ ബെഞ്ച്. ചീഫ് ജസ്റ്റിസായി BR ഗവായിയുടെ കാലാവധി ഞായറാഴ്ച വരെ. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പാർട്ടി യോഗങ്ങൾക്കും പൊതുപരിപാടികൾക്കുമുള്ള മാർഗനിർദ്ദേശം സംബന്ധിച്ച കേസ് മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പൊതുമാർഗനിർദ്ദേശം രൂപീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകിയത് TVK റാലിക്കിടെ കരൂരിൽ 41 പേർ മരിക്കാനിടയായ സാഹചര്യത്തിൽ. ഇടുക്കിയിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പണിക്കൻകുടി സ്വദേശി രഞ്ജിനി, 4 വയസ്സുള്ള മകൻ ആദിത്യൻ എന്നിവർ. മൃതദേഹം കണ്ടെത്തിയത് വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ. കൊല്ലത്ത് തങ്കശ്ശേരിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം. 4 വീടുകൾക്ക് തീപിടിച്ചു. ആളപായമില്ല. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പാലക്കാട് ആലത്തൂർ പാടൂരിൽ ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് 6 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. മരിച്ചത് തോലന്നൂർ ജാഫർ ജസീന ദമ്പതികളുടെ മകൻ സിയാൻ ആദം. കാർ ഡ്രൈവർ കുന്നംകുളം സ്വദേശി റജി പോലീസ് കസ്റ്റഡിയിൽ. വിയ്യൂർ ജയിലിലെ മർദ്ദനത്തിൽ സൂപ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി NIA കോടതി. സൂപ്രണ്ടിന്റെ വിശദീകരണം തൃപ്തികരമല്ല. PM മനോജിനെ എന്തുകൊണ്ട് വിയ്യൂരിലേക്ക് റീട്രാൻസ്ഫർ ചെയ്തില്ല എന്നതിന് കാരണം ബോധിപ്പിക്കണമെന്ന് കോടതി. തൃശൂർ കടവല്ലൂരിൽ കണ്ടെയ്നർ ലോറി തട്ടി മരക്കം പൊടിഞ്ഞ് കാറിനുള്ളിലേക്ക് വീണ് യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പെരുമ്പറമ്പ് സ്വദേശി ആതിര. അപകടം ഇന്നലെ രാത്രി.
മലപ്പുറം പൂക്കളത്തൂരിൽ 1 വയസ്സും 3 മാസവും പ്രായമുള്ള കുഞ്ഞ് പാമ്പ് കടിയേറ്റ് മരിച്ചു. മരിച്ചത് കല്ലേങ്ങൽ നഗറിലെ ശ്രീജേഷിന്റെ മകൻ അർജുൻ. കണ്ണൂർ പയ്യന്നൂർ നഗരസഭയിൽ വിമതനായി മത്സരിക്കാനിറങ്ങിയ CPIM കാര നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി വൈശാഖിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. വൈശാഖ് മത്സരിക്കുന്നത് പയ്യന്നൂർ നഗരസഭയിലെ 36-ാം വാർഡിൽ. നിലമ്പൂർ നഗരസഭയിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാജ്യസന്നദ്ധത അറിയിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. യൂത്ത് കോൺഗ്രസിന് 1 സീറ്റ് പോലും നൽകാതെ അപമാനിച്ചെന്ന് ഭാരവാഹികൾ. തൃശൂർ മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബിബീഷ് പോൾ രാജിവെച്ചു. രാജി അരിമ്പൂരിൽ മത്സരിക്കുന്നതിൽ നിന്ന് തുടർച്ചയായി 3 തവണ ഒഴിവാക്കിയെന്നാരോപിച്ച് ബിബീഷ് അരിമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിക്കും. തിരുവനന്തപുരം തൈക്കാട് അലൻ കൊലപാതക കേസിൽ പോലീസിന് ഗുരുതര വീഴ്ച. സംഘങ്ങൾ പലതവണ ഏറ്റുമുട്ടിയിട്ടും പോലീസ് ഇടപെട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി കമ്മീഷണർ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനമായ ദിശ 2025 കോട്ടയത്ത് തുടക്കം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ വാസുകി IAS പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ മാസം 24 വരെയാണ് പരിപാടി. തെരഞ്ഞെടുപ്പിൽ ജയിക്കാം, പ്രകൃതിയെ തോൽപ്പിക്കാതെ എന്ന സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഹരിത വോട്ട് യാത്ര ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 5 ദിവസം നീളുന്ന യാത്ര ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളിൽ പര്യടനം നടത്തും. ഹരിതചട്ട പാലനം സംബന്ധിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. ഛത്തീസ്ഗഡിലെ പ്രവർത്തന മികവിന് കേരളം ആസ്ഥാനമായ ITBP യൂണിറ്റിന് മികച്ച ആന്റി നക്സൽ ഓപ്പറേഷൻ ട്രോഫി. നേട്ടം കൈവരിച്ചത് ആലപ്പുഴ നൂർനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് 27-ാം ബറ്റാലിയൻ. കോഴിക്കോട് NITയിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിന് തുടക്കം. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമസ്ത സെക്രട്ടറിയും സിറാജുൽ ഹുദയുടെ കാര്യദർശിയുമായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈജിപ്തിലെ ജാമിഅത്തുൽ അസറിലെ ഷെയ്ഖുൽ അസർ ഡോക്ടർ അഹമ്മദ് ദ്വീബുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ ആത്മീയ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ സിറാജുൽ ഹുദയുടെയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഷെയ്ഖുൽ അസർ അഭിനന്ദിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന സംസ്ഥാനതല കലാ ഉത്സവിൽ 310 പോയിന്റുമായി കോഴിക്കോട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. 285 പോയിന്റുമായി കണ്ണൂർ 2ഉം 275 പോയിന്റുമായി തൃശൂർ 3ഉം സ്ഥാനം നേടി. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കേരള സർവകലാശാല പഠന ഗവേഷണ വകുപ്പുകളും സെന്ററുകളും അഫിലിയേറ്റഡ് കോളേജുകളും ക്രിസ്മസ് അവധിക്കായി ഡിസംബർ 23 അടയ്ക്കും. തുറക്കുക 2026 ജനുവരി 5-ന്. നാളെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ പ്രാദേശിക അവധി. ഭീമാപ്പള്ളി ഉറൂസ് ഉത്സവത്തിന്റെ ഭാഗമായാണ് അവധി. മാർ ഇവാനിയോസ് കോളേജിൽ ഫ്രഞ്ച് ഭാഷാ അധ്യാപക ഒഴിവിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ ക്ഷണിക്കുന്നു. വാക്ക് ഇൻ ഇന്റർവ്യൂ ഡിസംബർ 6-ന് രാവിലെ 10 മണിക്ക്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ മാറ്റിവെച്ച അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം ഡിസംബർ 29 മുതൽ ജനുവരി 4 വരെ. പരിപാടികൾ തൃശൂരിലെ കോലോത്തുംപാടത്ത് ഡിസംബർ 29-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ 19 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ സെലക്ഷൻ ട്രയൽസ് ഈ മാസം 29-ന് നടത്തും. രാവിലെ 9 മുതൽ ആരംഭിക്കുന്ന ട്രയൽസ് നടക്കുന്നത് തൃക്കണ്ണമംഗൽ SKVVHSS-ൽ. 2007 സെപ്റ്റംബർ 1-ന് ശേഷം ജനിച്ചവർക്ക് പങ്കെടുക്കാം. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച വനിതകളെ ആദരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നൽകുന്ന വനിതാരത്ന പുരസ്കാരത്തിന് യോഗ്യരായവരെ നിർദ്ദേശിക്കാം. വ്യക്തികളെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, മറ്റു വ്യക്തികൾ എന്നിവരാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. കൊച്ചി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ ലൈബ്രറി ആൻഡ് ഡോക്യുമെന്റേഷൻ സെന്ററിൽ യങ് പ്രൊഫഷണലിന്റെ താൽക്കാലിക ഒഴിവ്. ഡിസംബർ 3-നകം ഗൂഗിൾ ഫോം വഴി ഓൺലൈനിൽ അപേക്ഷ നൽകാം. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഒഴിവ്. യോഗ്യത പബ്ലിക് റിലേഷൻസ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം PG അല്ലെങ്കിൽ PG ഡിപ്ലോമ. മാധ്യമ പ്രവർത്തനത്തിലും പബ്ലിക് റിലേഷൻസിലും പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. കോഴിക്കോട് പേരാമ്പ്ര BRC ഓട്ടിസം സെന്ററിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 27-ന് രാവിലെ 11 മണിക്ക് നടക്കും. നോക്കാം ഇനി ദേശീയ വാർത്തകൾ.
കർണാടക കോൺഗ്രസിൽ വീണ്ടും അധികാര തർക്കം. DK ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന MLA-മാർ ഡൽഹിയിൽ 2.5 വർഷത്തിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനമൊഴിയുമെന്ന മുൻധാരണ സിദ്ധരാമയ്യ പാലിക്കണമെന്ന് ശിവകുമാർ അനുകൂലികൾ. ഇന്ന് KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച. ഡൽഹിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ സ്കൂളിലെ 4 അധ്യാപകർക്ക് സസ്പെൻഷൻ. നടപടി സെന്റ് കൊളംബസ് സ്കൂളിലെ അധ്യാപകർക്കെതിരെ. വിദ്യാർത്ഥിയെ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചെന്ന് ആരോപണം. നൌഗാം പോലീസ് സ്റ്റേഷനിലെ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉന്നതതല സംഘത്തെ നിയോഗിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അംഗങ്ങൾ. 252 കോടി രൂപയുടെ മയക്കുമരുന്ന് കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒർഹാൻ ഓറി അബത്ര മണിയെ ചോദ്യം ചെയ്യാനൊരുങ്ങി മുംബൈ പോലീസ്. ഇന്ന് രാവിലെ മുംബൈ പോലീസിന്റെ മയക്കുമരുന്ന് വിരുദ്ധ സെല്ലിന്റെ ഓഫീസിലെത്തിച്ച് ഓറിയെ ചോദ്യം ചെയ്യും. ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം ജമ്മുകശ്മീർ നമ്പർ പ്ലേറ്റുമായി ഡൽഹിയിൽ വാഹനമോടിക്കുന്നവരെ കുറ്റവാളികളെപ്പോലെ പരിഗണിക്കുന്നുവെന്ന് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒപ്പമില്ലെങ്കിൽ തന്റെ വാഹനം പോലും വഴിയിൽ തടയുന്ന സ്ഥിതിയെന്നും ഒമർ അബ്ദുള്ള. SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് കത്തയച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. SIR BLO-മാരിൽ കടുത്ത സമ്മർദ്ദവും പൗരന്മാർക്ക് ബുദ്ധിമുട്ടുമുണ്ടാക്കുന്നു. SIR തുടരുന്നത് വോട്ടർ പട്ടികയുടെ ജനാധിപത്യ ചട്ടക്കൂടിനെയും അപകടപ്പെടുത്തുന്നുവെന്ന് മമത. അൽഫലാഹ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഫരീദാബാദ് പോലീസ്. നടപടി ഡൽഹി സ്ഫോടന കേസിൽ സർവകലാശാലയിലെ നിരവധി ഡോക്ടേഴ്സ് അറസ്റ്റിലായതിന് പിന്നാലെ. മഹാരാഷ്ട്രയിലെ താനെയിൽ മറാത്തി സംസാരിക്കാത്തതിന് മർദ്ദനമേറ്റ 19-കാരൻ ആത്മഹത്യ ചെയ്തു. കൗമാരക്കാരന് മർദ്ദനമേറ്റത് ട്രെയിനിൽ വെച്ച്. പോലീസിന്റെ അന്വേഷണം തുടരുന്നു. ഉത്തരാഖണ്ഡിൽ ഋഷികേശ് കർണപ്രയാഗ് റെയിൽ ലിങ്കിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 125 കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ 83.07% കടന്നുപോകുന്നത് തുരങ്കങ്ങളിലൂടെ. താജ്മഹൽ സന്ദർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ. 2020 ഇന്ത്യൻ സന്ദർശന വേളയിൽ ഡൊണാൾഡ് ട്രംപും താജ്മഹൽ സന്ദർശിച്ചിരുന്നു. അഫ്ഗാൻ വ്യാപാര മന്ത്രി അസീസിയുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഉഭയകക്ഷി വ്യാപാരം, കണക്ടിവിറ്റി എന്നിവ ചർച്ചയായി. കോൺഗ്രസിന് വെല്ലുവിളി നിറഞ്ഞ സമയമെന്ന് മുതിർന്ന നേതാവ് ഹരീഷ് റാവത്ത്. 2027 ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ അടിത്തട്ടിൽ മാറ്റം വരണമെന്ന് ഹരീഷ് റാവത്ത്. $3.5 ടൺ മരുന്ന് സീഷെൽസിന് കൈമാറി ഇന്ത്യ. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം, ഉദരസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള മരുന്നുകളാണ് കൈമാറിയത്. നോക്കാം ഇനി രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു, 18 പേർക്ക് പരിക്ക്. ആക്രമണം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട തർക്കം തുടരുന്നതിനിടെ. തെക്കൻ ലെബനനിൽ ഇസ്രയേലിന്റെ ആക്രമണം ശക്തമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഫ്രാൻസ്. സിറിയയുടെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയും ബഹുമാനിക്കാൻ ഇസ്രയേൽ സൈന്യത്തോട് ആവശ്യപ്പെട്ട് ഫ്രാൻസ്. ഇറാനിൽ നിന്ന് ആണവ പരീക്ഷണത്തിൽ വ്യക്തത തേടി പ്രമേയം പാസാക്കി UN ആണവ നിരീക്ഷണ ബോർഡ്. നടപടി യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കണക്കിൽ വ്യക്തതയില്ലാത്തതിനാൽ താമസമില്ലാതെ സഹകരിക്കണമെന്നും ഇറാനോട് IAEA. വാക്സിൻ സുരക്ഷാ മാനദണ്ഡം പുനഃക്രമീകരിച്ച് US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. നടപടി ബാല്യകാല വാക്സിനുകൾ ഓട്ടിസത്തിന് കാരണമാകുന്നുവെന്ന ആരോഗ്യ സെക്രട്ടറി റോബർട്ട് F കെന്നഡി ജൂനിയറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ. ചൈന ജപ്പാൻ ബന്ധം ഉലയുന്നു. ജപ്പാനീസ് സമുദ്രോൽപ്പന്ന ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തി ചൈന. നടപടി തായ്വാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പരാമർശം വിവാദമായതോടെ. ജനുവരി അവസാന വാരം ചൈന സന്ദർശിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. 7 വർഷത്തിനിടെ ഒരു ബ്രിട്ടീഷ് നേതാവിന്റെ ആദ്യ സന്ദർശനമാണിത്. സന്ദർശനത്തിൽ വിവിധ ഉടമ്പടികൾ ഒപ്പുവെക്കും. നൈജീരിയൻ വിഘടനവാദി നേതാവ് നാംജി കാനുവിന് ഭീകരവാദ കുറ്റങ്ങളിൽ ശിക്ഷ വിധിച്ച് നൈജീരിയൻ കോടതി. 1 ദശാബ്ദക്കാലം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിലാണ് ശിക്ഷാവിധി. അഴിമതി ആരോപണത്തിൽ പ്രധാനമന്ത്രി റാമയുടെ ഡെപ്യൂട്ടിയെ പിരിച്ചുവിട്ട് അൽബേനിയൻ കോടതി. സർക്കാർ ധനസഹായത്തോടെ തുരങ്കം നിർമ്മിക്കുന്നതിൽ അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് നടപടി. പ്രതിപക്ഷ നേതാവിന്റെ പങ്കാളി ഉൾപ്പെട്ട കേസിനെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തിയ കേസിൽ സ്പെയിൻ ചീഫ് പ്രോസിക്യൂട്ടർ കുറ്റക്കാരനെന്ന് സ്പെയിൻ സുപ്രീം കോടതി.
ഗാസിയ ഓറ്റിസിനെ 2 വർഷത്തേക്ക് അയോഗ്യനാക്കി. 7,300 യൂറോ പിഴയടയ്ക്കാനും ഉത്തരവ്. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ നൈഗറിൽ തീവ്രവാദി ആക്രമണം. 10 സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണം നടത്തിയത് അൽ-ഖ്വയ്ദ ബന്ധമുള്ള ഭീകരവാദികൾ. കരീബിയൻ തീരത്ത് കനത്ത നാശം വിതച്ച മെലീസ ചുഴലിക്കൊടുങ്കാറ്റെത്തിയത് റെക്കോർഡ് വേഗത്തിലെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്ത്. US നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ, നാഷണൽ സെന്റർ ഫോർ അഫ്റ്റോമിസ്ഫെറിക് റിസർച്ച് പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മണിക്കൂറിൽ 252 മൈൽ വേഗമായിരുന്നു മെലീസയ്ക്ക് ഉണ്ടായിരുന്നത്. അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനത്തെ മിസോറി സിറ്റി മേയറായി തുടർച്ചയായി 3-ാം തവണയും മലയാളിയായ റോബിൻ ഇലക്കാട്ട് ചുമതലയേറ്റു. കോട്ടയം കുറുമള്ളൂർ സ്വദേശിയാണ് റോബിൻ. നഗരത്തിന്റെ 12ാമത് മേയറാണ് റോബിൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം താൻ ഇടപെട്ടാണ് പരിഹരിച്ചതെന്ന അവകാശവാദവുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 350% തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പ്രശ്നം പരിഹരിച്ചതെന്നും ട്രംപിന്റെ അവകാശവാദം. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നേപ്പാളിൽ പുതിയ പ്രക്ഷോഭം. തെരുവിലിറങ്ങിയ ജൻസി പ്രക്ഷോഭകരെ നേരിടാൻ രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചു. സിമാറയിൽ പ്രക്ഷോഭകരും പോലീസും തമ്മിൽ സംഘർഷം. റഷ്യ-യുക്രൈൻ സമാധാന പദ്ധതിയുടെ 28ന കരാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുകൾ. കരാർ അന്തിമമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിനും അവസാനമാകുമെന്ന് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യയുടെ ഫൈറ്റർ വിമാനം റഫാലിനെ തകർക്കുന്നതായുള്ള വ്യാജ വീഡിയോ ചൈന പ്രചരിപ്പിച്ചതായി അമേരിക്ക. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വിജയിച്ചതോടെയാണ് ചൈന AI ഉപയോഗിച്ച് വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നതെന്നും ആരോപണം. അനിൽ അംബാനി റിലയൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 1,452 കോടി രൂപയുടെ പുതിയ ആസ്തികൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് നടപടി. ഇന്ത്യക്ക് അമേരിക്കയുമായി മികച്ച വ്യാപാര കരാർ ഉണ്ടാകുമെന്നും അത് രാജ്യത്തിന്റെ ദൈനംദിന സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മൽഹോത്ര. ഇന്ത്യയുടെ 8 പ്രധാന വ്യവസായങ്ങളുടെ വളർച്ച ഒക്ടോബറിൽ സ്തംഭിച്ചതായി റിപ്പോർട്ട്. 14 മാസത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഒക്ടോബറിൽ രേഖപ്പെടുത്തിയത്. സെപ്റ്റംബറിൽ വളർച്ചാ നിരക്ക് 3.3%. 2026-27 കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി 10 റൗണ്ട് ചർച്ചകൾ പൂർത്തിയായതായി ധനമന്ത്രാലയം. വിവിധ മേഖലകളിലെ വിദഗ്ധരുമായി ചർച്ച തുടർന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകളിൽ പുതിയ മെനു പുറത്തിറക്കിയ എയർ ഇന്ത്യ. ഇന്ത്യൻ വിഭവങ്ങൾക്കൊപ്പം രാജ്യാന്തര ഭക്ഷണം കൂടി ഉൾക്കൊള്ളിച്ചാണ് മെനു പരിഷ്കരിച്ചത്. മാർമെറ്റ്, കോൾമാൻസ്, ബ്രോവിൽ എന്നിവയുൾപ്പെടെയുള്ള ചരിത്ര പ്രസിദ്ധമായ ബ്രിട്ടീഷ് ബ്രാൻഡുകൾ വിൽക്കാൻ യൂണിലിവർ. വിൽക്കുന്നത് 200 ദശലക്ഷം പൗണ്ട് വരുമാനമുള്ള ബ്രാൻഡുകൾ. വിൽപ്പന സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനെന്ന് കമ്പനി. അമേരിക്കയിൽ സെപ്റ്റംബറിൽ തൊഴിൽ വളർച്ച പ്രതീക്ഷിച്ചതിലും ഉയർന്നതായി റിപ്പോർട്ട്. ഡിസംബറിൽ ഫെഡറൽ റിസർവ് നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയില്ലെന്നും റോയിറ്റേഴ്സ് സർവേ. ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ആഷസ് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ ടെസ്റ്റ് പെർത്തിൽ. ഓസീസിനെ സ്റ്റീവ് സ്മിത്തും ഇംഗ്ലണ്ടിനെ ബെൻ സ്റ്റോക്സും നയിക്കും. ബംഗ്ലാദേശിനെതിരായ 2ാം ടെസ്റ്റിൽ അയർലൻഡിന് ബാറ്റിംഗ് തകർച്ച. 2ാം ദിനം കളി നിർത്തുമ്പോൾ സന്ദർശകർ 5 വിക്കറ്റ് നഷ്ടത്തിൽ 98 റൺസ് എന്ന നിലയിലാണ്. 1ാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശ് 476 റൺസ് എടുത്തിരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ 2ാം T20യിൽ സിംബാബ്വേക്ക് മിന്നും ജയം. സിംബാബ്വെ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത് 67 റൺസിന്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ നാളെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ നേരിടും. ചെൽസിക്ക് എതിരാളികൾ ബേൺലി. ഷിഹാബ് ഓങ്ങല്ലൂർ, വിഷ്ണു നടരാജൻ പട്ടാമ്പി, റഷീദ് അഹമ്മദ്, ജംഷീർ മുഹമ്മദ് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന ആന്തോളജി ചിത്രം ഷെയ്ഡ്സ് ഓഫ് ലൈഫ് പ്രദർശനത്തിന്. പാമ്പും കയറും വേൽ, കളവ്, റൂഹ് എന്നീ 4 കഥകൾ കോർത്തിണക്കിയ ചിത്രമാണ് ഷെയ്ഡ്സ് ഓഫ് ലൈഫ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിയുക്ത ന്യൂയോർക്ക് മേയർ സുഹ്റാൻ മംദാനിയും ഇന്ന് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും. നഗരത്തിലെ താങ്ങാനാകാത്ത വില പ്രതിസന്ധിയെ പറ്റിയുള്ള വിവരങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മംദാനി. വിയറ്റ്നാമിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും വൻ നാശനഷ്ടം. 41 പേർ മരിച്ചു. 52,000-ലധികം വീടുകൾ വെള്ളത്തിനടിയിലായി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ ബംഗ്ലാദേശി ബോട്ട് പിടിച്ചെടുത്തു. കപ്പലിലുണ്ടായിരുന്നത് 28 ജീവനക്കാർ. അതിർത്തി കടന്നെത്തിയതിന് ഒരാഴ്ചക്കിടെ മാത്രം പിടിച്ചെടുത്തത് 4 ബോട്ടുകൾ. നോക്കാമിനി ഇപ്പോൾ കിട്ടിയത്.
ഗുജറാത്തിലെ സൂറത്തിൽ പ്ലൈവുഡ് നിർമ്മാണ കമ്പനിയിൽ തീപിടുത്തം. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിയമവിരുദ്ധമായ ഉത്തരവുകൾ അവഗണിക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ട ഡെമോക്രാറ്റുകളുടെ നടപടി വധശിക്ഷ ലഭിക്കാവുന്ന രാജ്യദ്രോഹപരമായ നടപടിയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതികരണം: മിഷിഗൺ സെനറ്റർ എലീസ സ്കോട്ടിക്കിനും അരിസോണ സെനറ്റർ മാർക്ക് കെല്ലിയുമടക്കമുള്ള ഡെമോക്രാറ്റുകൾ നടത്തിയ ആഹ്വാനത്തിനെതിരെ. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.